നമസ്കാരം, എൻ്റെ പേര് സൈനു. ഞാൻ കണ്ണൂർ IHTTയിൽ PG ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ്. എൻ്റെ യൂട്യൂബ് ചാനലായ സൈനൂസ് എംബ്രോയിഡറി ആൻഡ് ടൈലറിംഗ് ടിപ്സിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പഠിച്ച എംബ്രോയിഡറിയും ടൈലറിങ്ങും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എംബ്രോയിഡറി ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ത്രെഡ് കട്ടർ, ഒരു നീഡിൽ, എംബ്രോയിഡറി ഫ്രെയിം, പിന്നെ ഒരു 1/4 മീറ്റർ ക്ലോത്തും. ഫ്രെയിമിൽ ക്ലോത്ത് ടൈറ്റായി ഫിറ്റ് ചെയ്യുക. ആദ്യമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ സ്റ്റിച്ചാണ്. ഞാനിവിടെ ഓറഞ്ച് കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് വലിയ നീഡിൽ തന്നെ യൂസ് ചെയ്യാം. അടിയിൽ നിന്നും നീഡിൽ കുത്തിയെടുത്തതിന് ശേഷം ത്രെഡ് നന്നായി സ്ട്രെച്ച് ചെയ്ത് നീഡിലിൻ്റെ അടിയിലാക്കി വെക്കുക. അതിന് രണ്ടാമത് വീണ്ടും ചെയ്യുമ്പോൾ ആ ഒരു ഹോളിൻ്റെ അകത്ത് കൂടി ഫ്രണ്ടിലേക്ക് കുത്തിയെടുക്കണം. വീണ്ടും ത്രെഡ് നീഡിലിന് ചുറ്റി വെക്കണം. ഇതേ രീതിയിൽ തുടർച്ചയായി ചെയ്യുക. അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാജിക് ചെയിൻ സ്റ്റിച്ചാണ്. അതായത് 2 കളർ ത്രെഡ് നീഡിലിൽ ഒരുമിച്ച് കോർത്തെടുക്കുക. നീഡിൽ കുത്തിയെടുത്തതിന് ശേഷം 2 ത്രെഡുകളും വേർതിരിച്ച് വെക്കുക. പഴയ പൊസിഷനിൽ വീണ്ടും സൂചി കുത്തിയെടുക്കുക. കുത്തിയെടുത്തതിന് ശേഷം അതിൽ ഒരു കളർ ത്രെഡ് നീഡിലിന് ചുറ്റി വെക്കുക. അതിനുശേഷം ത്രെഡ് നന്നായി സ്ട്രെച്ച് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നൂലിൽ കുരുക്കി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ 2 കളർ ഇടവിട്ട് ചെയ്യണം. ആദ്യം യെല്ലോ ആണ് നിങ്ങൾ നീഡിലിൻ്റെ അടിയിൽ വെച്ച് ചെയ്തതെങ്കിൽ വീണ്ടും ഓറഞ്ച് കളർ ത്രെഡ് നീഡിലിൻ്റെ അടിയിലാക്കി വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് കളറായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് കിട്ടും. ഈ സ്റ്റിച്ചിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സ്റ്റിച്ചസ് കൊണ്ട് നിങ്ങൾക്ക് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഈ സ്റ്റിച്ചസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത സ്റ്റിച്ചസുമായി ഞാൻ ഉടൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.